എക്സ്പ്രഷൻ യൂണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അച്ഛൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. നമ്മൾ മണി കെട്ടുന്ന അമ്പലത്തിലോട്ട് പോയിരുന്നു. ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു കേട്ടോ, കാറിൽ കിടന്ന്. അത് പിന്നെ പറയണ്ടല്ലോ, എവിടെ പോകാൻ നേരത്തും കാറിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എത്തുമ്പോഴാണ് ഒന്ന് എണീക്കുന്നത്. നമ്മൾ കുറേ ദൂരം താണ്ടി അങ്ങ് ബീച്ചിൻ്റെ അവിടെ എത്തി. ബീച്ച് വഴിയൊക്കെയാണ് കേട്ടോ പോകുന്നത്. സൈഡിലൊക്കെ നോക്കാൻ നല്ല രസമായിരുന്നു. പക്ഷെ ഭയങ്കര വേസ്റ്റുകളൊക്കെ കൊണ്ട് തട്ടുന്ന അവിടെ ആയതുകൊണ്ട് ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷെ കാണാനൊക്കെ കൊള്ളാം. പിന്നീട് അമ്മ എന്നെ കുത്തി ഉണർത്തി അവിടെ വെച്ചു. അങ്ങനെ ഞാൻ പോണ വഴിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ സൈഡിൽ ഞാൻ ഒരു കാര്യം കണ്ടു. ഒരു ദേവിയുടെ പ്രതിമ അവിടെ കൊണ്ട് വെച്ചേക്കുന്നത് കണ്ടു. ഭയങ്കര വെയിലൊക്കെയാണ്, അതൊക്കെ അടിച്ചവിടെ ഇരിക്കുവാണ്. പിന്നീട് സൈഡ് ഫുള്ള് കല്ല് വെച്ച് കെട്ടി പൊക്കിയേക്കുവാണ്. അതിൻ്റെ മണ്ടയിൽ കൂടി വെള്ളമൊക്കെ എടുത്ത് ചാടും. നല്ല രസമുണ്ടായിരുന്നു. എത്ര പിടിക്കാൻ നോക്കിയിട്ടും അതങ്ങോട്ട് പിടിച്ച് കിട്ടുന്നില്ല. എപ്പോൾ ഫോൺ എടുക്കുമോ അപ്പോൾ അത് പോവും. പക്ഷെ അത് കാണണം കേട്ടോ. പിന്നീട് അതിൻ്റെ സൈഡിൽ നല്ല കാറ്റാടി മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അടിപൊളി കാറ്റാടി മരം. പിന്നീട് ഇവിടെയാണ് കേട്ടോ കരിമണൽ ഖനനമൊക്കെ നടക്കുന്നത്. പിന്നീട് ഭയങ്കര ചൂട് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ബീച്ചിലെ തിരയൊക്കെ ഇങ്ങനെ കുതിച്ച് വരുന്നുണ്ടായിരുന്നു. മറ്റേ ആട് ജീവിതത്തിലെ കാര്യം പറഞ്ഞ പോലെ ഭയങ്കര അതുപോലത്തെ മണലൊക്കെയാണ് കേട്ടോ. ഇവിടെ കൂട്ടിയിട്ട് വെച്ചേക്കുവാണ്. പിന്നീട് നല്ല ഷെല്ലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അച്ഛൻ പറഞ്ഞു അത് കൊള്ളത്തില്ലെന്ന്, അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് പിന്നീട് നമ്മളത് എടുക്കാൻ പോയില്ല. അങ്ങനെ നല്ല ആകാശം കൊള്ളാം, അടിപൊളി. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. ക്യൂയിൽ പോവുകയാണേ. ഇത് വലിയ ക്യൂ ഒന്നും അല്ല, അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. കണ്ടില്ലേ, 3-4 റോ ആയിട്ട് വന്നിട്ട് പെട്ടെന്നാണ് നമ്മൾ ഇറങ്ങിയത്. പിന്നീട് ഞാൻ ഇങ്ങനെ ആടി പോവുകയാണ്. പിന്നീട് നമ്മൾ അടുത്ത വരിയിലോട്ട് കയറി കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുവാൻ എത്താറായി. നിറച്ച ആളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് അതിൻ്റെ കീഴിൽ നിന്ന് നമ്മൾ ഫോട്ടോയും വീഡിയോയൊക്കെ എടുക്കും. പിന്നീട് ഞാൻ ഗണപതിക്ക് തേങ്ങ ഉടച്ചു. പിന്നീട് ഞാൻ മണി മേടിക്കാൻ വേണ്ടിയിട്ട് ചന്ദന കളറ് പ്ലേറ്റും കൊണ്ട് പോവുകയാണേ. അവിടെ ആണെങ്കിൽ ഇങ്ങനെ ഓരോ കൗണ്ടറുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ചന്ദന കളർ കൗണ്ടർ, നീല, ചുമപ്പ്, അങ്ങനെ ഓരോ കളർ. ഇതേ കണ്ടില്ലേ, ചന്ദന കളറ്. ട്രേ ഉള്ളവരെല്ലാം ഇങ്ങോട്ടാണ് വരുന്നത്. അങ്ങനെ നമ്മളെ കളർ ചന്ദന കളറായതുകൊണ്ട് നമ്മൾ ആ ട്രേയിൽ മണി മേടിച്ച് കൊടുത്തു. ഇനി ഓരോരുത്തരെ പേര് വിളിക്കും, അതനുസരിച്ച് മണിയും മേടിച്ച് പോകണേ. അങ്ങനെ മണിയൊക്കെ കിട്ടി. ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ച് അങ്ങനെ മണി നല്ല ഇറുക്കി കെട്ടുമായിരുന്നു. പിന്നീട് അവിടെ എൻ്റെ വീഡിയോസ് കണ്ട കുറേ പേരെ കണ്ടു. പക്ഷെ എല്ലാവരെയും അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയില്ല. കുറച്ച് ആൻറ്റിമാരെ മാത്രമേ എനിക്ക് അതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. അവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്നവരാണേ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ബാക്കിലോട്ട് വന്നപ്പം നിറച്ച് കരിക്കട്ട കണക്കിരിക്കുന്ന കല്ലുകളായിരുന്നു. പക്ഷെ അതിൻ്റെ മണ്ടയിൽ കൂടെ കിട്ടിപ്പോയേ. പിന്നെ എന്നത്തെ സ്ഥിരം പണിയാണല്ലോ, എവിടെ ചെന്നാലും ഒരു കളിപ്പാട്ടം എടുക്കാം. ഒരു കുഞ്ഞ് മിനി ഫാൻ എടുത്തു. ഭയങ്കര ചൂടായിരുന്നു, പൊള്ളിയിരുന്നു. ടാറ്റാ.